എന്തായാലും വൈകാതെ തന്നെ ആനയെ പിടികൂടാനോ അല്ലെങ്കിൽ കാട്ടിലേക്ക് തുരത്താനോ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ആനയെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം വനംവകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞത് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതിനല്ല പ്രഥമ പരിഗണന ഉള്ളത്, ഇതിലെ കാട്ടിലേക്ക് തുരത്തുക എന്നത് തന്നെയാണ് നോക്കുന്നത് എന്നാണ്. അത്തരം നടപടികളായിരിക്കും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. എന്തായാലും മയക്കുവെടി വെച്ച് പിടികൂടുക എന്നൊക്കെ വേണമെങ്കിൽ അതിന് ഉത്തരവിറങ്ങേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രത ആ കാര്യത്തിൽ ആവശ്യമുണ്ട്. വനംവകുപ്പിന് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതൊന്നും. മയക്കുവെടി വെച്ച് ഒരു ആനയെ പിടികൂടിയത് നേരത്തെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് അത് ഉണ്ടായത്. തണ്ണീർക്കൊമ്പൻ അതിനുശേഷം ചരിഞ്ഞതും വലിയ തരത്തിൽ വിവാദമായിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിൽ മയക്കുവെടി വെക്കാൻ വലിയ താമസമുണ്ടായിരുന്നില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ അതിനെ മയക്കുവെടി വെക്കാൻ ഉത്തരവിറങ്ങി. പക്ഷെ ഈ കാര്യത്തിൽ ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മയക്കുവെടി വെക്കാൻ ഒരാളുടെ ജീവൻ തുടരുക. ഇപ്പോൾ ടി ജി ജോൺസൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വയനാട്ടിലെ കൗൺസിലറാണ് അദ്ദേഹം. യെസ്, ടി ജി ജോൺസൺ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ടി ജി, അതായത് വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിൽ. അവിടുത്തെ അവസ്ഥ എന്താണ്? അതായത് നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ വനം വകുപ്പ് കാര്യക്ഷമമായ നടപടികളൊന്നും കൈക്കൊണ്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമായത് എന്നൊക്കെയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുതൽ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. നമ്മുടെ ഡിവിഷനിലേക്കൊന്നും പാസ് ചെയ്തിട്ടില്ലായിരുന്നു വിവരങ്ങളൊന്നും. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഫോറസ്റ്ററെ വിളിച്ചു. അന്നേരമാണ് പറയുന്ന പടമലയിൽ ഒരു ആന ഇങ്ങനെ ഒരാളെ തട്ടിയിട്ടുണ്ട്. അവർക്കത് പേര് പോലും അറിയില്ല, അവർ അതിനുപോലും അന്വേഷിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്നിപ്പോ റോഡില് മാനന്തവാടി റോഡില്, ടൗണിലെ റോഡില് ഉപരോധം നടക്കുന്നുണ്ട്. അതുപോലെ ജില്ലാ കലക്ടർ, TCF, DFO എന്നിവർ സ്ഥലത്തെത്തിയാൽ മാത്രമാണ് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ. ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ പോലും ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഉള്ളത്. ഇവിടെ റോഡ് ഉപരോധം നടക്കുകയാണ്. ശരി, ടി ജി ജോൺസൺ കൗൺസിലറാണ് സംസാരിച്ചത്. അവർ പറയുന്നത് ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മനുഷ്യ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നാണ് ടി ജി പറയുന്നത്. അനീസ് അലി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. അനീസ്, നേരത്തെ തണ്ണീർക്കൊമ്പന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മയക്കുവെടി എന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ എത്താൻ കൂടുതൽ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ വയനാട്ടിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ചിലയിടത്ത് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് നാട്ടുകാർക്ക് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ? ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പുറത്തിറങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ അടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ആനയെ പിടികൂടാനാകും എന്ന് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആനയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവും എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആനയെ പിടികൂടാനായില്ല, അല്ലെങ്കിൽ നേരത്തെ വയനാട് വനം വകുപ്പിന്റെ ഡയറക്ടറേയിൽ ലഭിച്ചിട്ടുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയെ എന്തുകൊണ്ട് കാട്ടിലേക്ക് തുരത്താനായില്ല എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം അതിന് വനംവകുപ്പ് പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, നിലവിൽ ഇത് നാട്ടിലിറങ്ങുന്നത് ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ്. അതുമുതൽ തന്നെ ആനയ്ക്ക് വേണ്ടി വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. അതേസമയം ജനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് രാവിലെ 7:30 കൂടിയാണ്. അതുകൊണ്ട് ഈ ആനയെ പിടികൂടാനുള്ള ഊർജിത ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ആന കേരള അതിർത്തിയിലായിരുന്നെങ്കിൽ പോലും അത് അകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങിയിട്ടില്ലാത്തൊരു കാട്ടാനയെ ഏതെങ്കിലും തരത്തിൽ മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് മാനുവൽ അനുവദിക്കുന്നില്ല. വനംവകുപ്പ് നടപടി പ്രോട്ടോകോൾ അത് അനുവദിക്കുന്നില്ല. കാട്ടിൽ കഴിയുന്നൊരു കാട്ടാനയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ വനംവകുപ്പിന് കഴിയില്ല. അതേസമയം